8वीं कक्षा का दूसरा पाठ भाग ज्ञान मार्ग का यही भाग देखिए। राजकुमार पहला राजकुमार बताता है, यही बात है तो ഇങ്ങനെയാണെങ്കിൽ കാര്യം ഇതാണെങ്കിൽ യഹി ഇതാണ് ബാത് ഹേ തോ കാര്യമെങ്കിൽ ചലോ നടക്കട്ടെ പരീക്ഷ ഹോ ജായേ പരീക്ഷ നടക്കട്ടെ। राजकुमार तीसरा राजकुमार बताता है उसी वक्त, यही बात है तो ഇങ്ങനെയാണ് കാര്യമെങ്കിൽ तुम अपने ज्ञान का परिचय दो നിങ്ങൾ സ്വന്തം ज्ञान का അറിവിനെ परिचय दो പരിചയപ്പെടുത്തു। राजकुमार दूसरा राजकुमार उसी वक्त बताता है, ज्ञान का परिचय ज्ञानी को दिया जाता है അറിവിനെ പരിചയപ്പെടുത്തേണ്ടത് ജ്ഞാനിക്കോ അറിവുള്ളവനെ दिया जाता है നൽകേണ്ടതാണ്। उसका मतलब क्या है, तुम दोनों को ज्ञान नहीं है, तुम दोनों से ज्ञान का परिचय देने की ज़रूरत नहीं, നിങ്ങൾ രണ്ടുപേരോടും അറിവിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല। क्या है कारण क्या है, मूर्खों को नहीं विड्ढिകളോടല്ല। इसका मतलब पहला और तीसरा राजकुमार मूर्ख है, कौन कहा है, हाँ दूसरा राजकुमार बताया है। राजकुमार तीसरा राजकुमार उसी वक्त बताता है, तुम मेरा अपमान कर रहे हो നിങ്ങൾ എന്നെ अपमान कर रहे हो अपमानिക്കുന്നു। पहला राजकुमार अपने ज्ञान का परिचय दो സ്വന്തം അറിവിനെ പരിചയപ്പെടുത്തു। नहीं तो അല്ല എങ്കിൽ हम तुमको ഞങ്ങൾ നിന്നെ ദണ്ഡ് देंगे നിങ്ങളെ ദണ്ഡ് देंगे ശിക്ഷ നൽകപ്പെടും നിങ്ങൾക്ക് ശിക്ഷ നൽകപ്പെടും। राजकुमार दूसरा इधर उधर देखता है राजकुमारൻ രണ്ടാം രാജകുമാരൻ इधर उधर അവിടേക്കും ഇവിടേക്കും നോക്കുന്നു। उसे किसी जानवर की हड्डियां पड़ी दिखाई देती है उसे അവൻ किसी जानवर की हड्डियां ഏതോ മൃഗത്തിൻ്റെ ഹഡ്ഡിയാം എല്ലുകൾ പടി കിടക്കുന്നതായിട്ട് दिखाई देती है കാണപ്പെടുന്നു। राजकुमार दूसरा राजकुमार उसी वक्त, ये हड्डियां देख रहे हो ഈ എല്ലുകൾ കാണുന്നില്ലേ। राजकुमार पहला राजकुमार हाँ अधे। राजकुमार दूसरा राजकुमार उसी वक्त बताता है, मैं अपने ज्ञान से ഞാൻ സ്വന്തം അറിവിനാൽ बता सकता हूँ പറയാൻ സാധിക്കും कि എന്തെന്നാൽ ये हड्डियां ഈ എല്ലുകൾ ഷേർ की है സിംഹത്തിൻ്റെതാണെന്ന്। राजकुमार മൂന്നാം രാജകുമാരൻ, बस यह तो मामूली बात है बस വെറും यह तो ഇതാണെങ്കിൽ മാമൂലി ബാത് ഹെ നിസ്സാര കാര്യമല്ലേ। मैं तो ഞാനാണെങ്കിൽ अपने ज्ञान से സ്വന്തം അറിവിനാൽ इन हड्डियों पर ഈ എല്ലുകളിൽ മാംസവും उनमें रक्त അതിനുള്ളിൽ ബ്ലഡ് രക്തവും और उसके ऊपर അതിൻ്റെ മുകളിലായിട്ട് ഘാൽ എന്ന് പറഞ്ഞാൽ തൊലി സ്കിന്ന് മഡ് सकता हूँ പൊതിയാൻ സാധിക്കും മഡ്ന പൊതിയുക മഡ് सकता हूँ പൊതിയാൻ സാധിക്കുന്നു। ലോ എന്ന് പറഞ്ഞാൽ എടുത്തുകൊള്ളുന്ന ലോ എടുത്തോളൂ നോക്കിക്കോളൂ എന്നുള്ള അർത്ഥം। മേ മന്ത്ര പढ़ता हूँ ഞാൻ മന്ത്രം ചൊല്ലുന്നു। तीनों राजकुमार മൂന്ന് രാജകുമാരന്മാരും अपने ज्ञान कैसे है वो सिद्ध करते हैं സ്വന്തം കഴിവ് എങ്ങനെയാണെന്ന് തെളിയിക്കുകയാണ്। कौन बड़ा ज्ञानी है ആരാണ് വലിയ അറിവുള്ള ആള്। इनमें तो क्या है झगड़ा होते हैं। इधर 5 सवाल दिए गए हैं 5 क्वेश्चन നൽകിയിരിക്കുന്നു। इसका आंसर आप लोग लिखिए। ज्ञान का परिचय ज्ञानी को दिया जाना चाहिए അറിവിനെ പരിചയപ്പെടുത്തേണ്ടത് അറിവുള്ളവനെയാണ്। मूर्खों को नहीं വിഡ്ഢികളെയല്ല। दूसरा राजकुमार ऐसे बताने का कारण क्या है രണ്ടാം രാജകുമാരൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്। अपने ज्ञान का परिचय दो സ്വന്തം അറിവിനെ പരിചയപ്പെടുത്തു। नहीं तो അല്ല എങ്കിൽ हम तुमको ഞങ്ങൾ നിങ്ങളെ ദണ്ഡ് देंगे ദണ്ഡ് എന്ന് പറഞ്ഞാൽ ശിക്ഷ നൽകപ്പെടും। पहले राजकुमार ऐसे कहने का എന്നാണ് ഇത് മാറ്റണം കേട്ടോ। ऐसे कहने का ഇങ്ങനെ പറയാനുള്ള कारण क्या है കാരണം क्या है എന്താണ്। दूसरा राजकुमार अपने ज्ञान का परिचय कैसे दिया സ്വന്തം അറിവിനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്।
किस जानवर के हड्डियाം है किस जानवर के ഏത് മൃഗത്തിൻ്റെ ഹഡ്ഡിയാം ഹൈ എല്ലുകളാണ് कैसे मालूम पड़ा എങ്ങനെയാണ് मालूम पड़ा മനസ്സിലായത് तीसरा राजकुमार अपने ज्ञान से സ്വന്തം അറിവിനാൽ क्या करना चाहता है എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ तीसरा राजकुमार अपने ज्ञान से സ്വന്തം അറിവിനാൽ क्या करना चाहता है എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് अपने ज्ञान कैसे सिद्ध करना चाहता है സ്വന്തം അറിവ് എങ്ങനെയാണ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത് ये सवालों का जवाब अपने किताब में लिखना।